ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ എല്ലാവരുടെയും മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക. എൻ്റെ അബിക്കാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നുമില്ല. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി എനിക്കൊരു വാതിൽ ദൈവം തുറന്നു തന്നു. ഞാൻ ഒരു അവസരം കണ്ടെത്തി അതിൽ ഞാൻ രക്ഷപ്പെട്ടു. അത് ഇത്ര വലിയ തെറ്റാണോ? അങ്ങനെ വലിയ തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അബി എവിടെ നിന്ന് ഇറക്കി വിടും. അബിക്കൊപ്പം ഞാനും ഇറങ്ങിക്കോളാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? അത് കേട്ടതും മോളെ, നിനക്ക് ഈ അഭിനയമൊക്കെ ഇഷ്ടമാണെങ്കിൽ അഭിനയിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ എതിരാളികളായവരുടെ കമ്പനിയിൽ തന്നെ, ജ്വല്ലറിയിൽ തന്നെ വേണോ? മുത്തശ്ശ, ഇവിടെ ഒരു ജ്വല്ലറി ഉണ്ട്. നമ്മുടെ പേരിൽ ഒരു ജ്വല്ലറി ഉണ്ടായിട്ടും അതിൽ അബിക്കൊരു ജോലിയില്ല. അബിക്കൊരു ജോലി കൊടുക്കാൻ ആരും തയ്യാറുമല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ജോലി കണ്ടുപിടിച്ച് ഞാൻ ജോലിക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലാരും എന്നെ തടയുകയും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ പേരിൽ അബിയെ വിമർശിച്ചാലും ഞാൻ പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അബിക്ക് 3-4 ബ്രാഞ്ച് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. വേണ്ട, ഒരു പ്രാവശ്യം ഞങ്ങൾ അപമാനിച്ചിട്ടില്ല, പല പ്രാവശ്യമായി ഞങ്ങൾ അപമാനിക്കുന്നു. ഒരു പ്രാവശ്യമാണെങ്കിൽ കൂടെ എങ്ങനെയെങ്കിലും ക്ഷമിക്കായിരുന്നു. അബിയെ നിങ്ങൾ, അബിയുടെ അമ്മയെ നിങ്ങൾ എത്ര പ്രാവശ്യം ദത്തെടുത്ത് വളർത്തിയതാണെങ്കിലും എത്ര പ്രാവശ്യമാണ് നിങ്ങളത് പറഞ്ഞു കാണിച്ചത്? അതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഒരാളെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ മക്കളെ. അതെല്ലാം ഇവിടെ വന്ന കാലം മുതൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം കൊച്ചുമോനോടും അബിയോടും മുത്തശ്ശൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇവിടെ നിന്ന് മോഡേണിങ്ങിൽ അഭിനയിക്കാൻ എന്നെ ആര് വിളിച്ചാലും ഞാനത് പോകും. അത് ആരുടെയെങ്കിലും എതിരാളിയാണെങ്കിലും ശരി, ആരുടെയെങ്കിലും ശത്രു ആണെങ്കിലും ശരി, ഞാൻ പോയിരിക്കും. അങ്ങനെ പോകണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനും അമ്മയും അബിയും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം, മനസ്സിലായല്ലോ എന്നും പറയാ. ശരി, മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. മോള് നമ്മുടെ ശത്രുവിൻ്റെ കമ്പനി ജ്വല്ലറിക്കാണ് പരസ്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും നാളെ നീ ഇതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കരുത്. നീ എല്ലാ തെറ്റും മനസ്സിലാക്കി അവസാനം കിടന്ന് കരയരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. വാ വസുന്ധരെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്നും മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയം നവ്യയെ അബിയെയും ജലജയൊക്കെ വിളിച്ചോണ്ട് അങ്ങ് പോവാ. വാ നമുക്ക് പോവാം. എന്നാലും എന്തൊരു തൻ്റെ ഇടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെയൊക്കെ ഈ വീട്ടിൽ കയറ്റി നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ജാനകിയും ദേവേനയൊക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തന്നെയാണ്, അതായത് നന്ദുവിനെയാണ്. ഗോവിന്ദ അവിടെ പ്രതിമയൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദു കൊണ്ട് ഒരു അച്ഛ, അമ്മ എവിടെ അച്ഛ? എന്താ മോളെ? ഇവിടെ ഉണ്ടായിരുന്നോ? വാ, 2 പേർക്കും കൂടെ ഒരു കാഴ്ച കാണിച്ചു തരാം. എന്താ മോളെ, എന്തു പറ്റി? കാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ടി വി ഓണാക്കിയതും ആ പരസ്യം വരിക. ആ പരസ്യം കണ്ടതും നന്ദുവിന് നല്ല ദേഷ്യമുണ്ട്. ഗോവിന്ദന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. അപ്പൊ കനകയും നോക്ക് ആരാണെന്ന് നോക്ക്. അത് കേട്ടതും കനക ഇങ്ങനെ ഒത്തു നോക്കിയത് നവ്യ. ഹായ്, അത് നവ്യ മോളല്ലേ? നല്ല രസമുണ്ടല്ലോ. അവള് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയോ? ഇന്ന് ഈ പരസ്യം ചാനലുകളും പത്രങ്ങളും മുഴുവനും നിരന്ന് നിൽക്കുക. അമ്മയുടെ മോള് ചെയ്ത പണി എന്താണെന്നറിയാമോ? എടി, അതൊരു നല്ല കാര്യമില്ലേടി. അവളൊരു പരസ്യത്തിൽ അഭിനയിക്കുന്നത് നല്ലതല്ലേ? പരസ്യത്തിൽ അഭിനയിക്കുന്നത് നല്ലതാ, അത് വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുക്കളായിട്ടും മൂർത്തീസ് ജ്വല്ലറിയെ വെല്ലുവിളിയായിട്ട് തുറന്നിരിക്കുന്ന ഈ ജ്വല്ലറിക്കാരുമായിട്ട് ചേച്ചി എന്തിനും ചങ്ങാത്തം കൂടി? അവരിൽ പരസ്യം അഭിനയിക്കാൻ എന്തിനും ചേച്ചി പോയി? ഇതൊക്കെ അബിയുടെ കളികളാമേ. അനന്തപുരിക്കാരെ സങ്കടപ്പെടുത്താനും അവരെ തകർക്കാനുമുള്ള അബിയുടെ കളികൾ. അത് മനസ്സിലാക്കാതെ ചേച്ചി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഈ ചേച്ചി കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് തെളിവ് സഹിതം കണ്ടുപിടിച്ച് അവനെ തൂക്കിയെടുത്ത് അകത്തിട്ട് കൂമ്പിനിടിച്ച് തകർത്ത് ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ജീവപര്യന്തം അവനെ ജയിലിലിടാനുള്ള വകുപ്പുണ്ടാക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് ആദർശേട്ടനെ നയനേച്ചിയും കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ചേച്ചി കൂടുതൽ ക്രിമിനൽ ആയിക്കൊണ്ടേയിരിക്കുക. എന്ത് ചെയ്യാനാ മോളെ? അബി അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞ് നടന്ന അബിയുടെ കൂടെ ചേർന്ന് അവൾ ആ കുടുംബത്തെ തകർക്കുകയാണെങ്കിൽ നാളെ ഒരുപാട് അവൾ കരയേണ്ടി വരും മോളെ. അബി അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നും അല്ല.
അതുപോലെ ജലജയും. അങ്ങനെയുള്ളപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ അവൾ അഭിക്ക് വേണ്ടി ചെയ്തു കൂടുന്ന ത്യാഗങ്ങൾ മുഴുവനും അവൾ ആ കുടുംബത്തിനോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ മോളെ. വല്ലാത്തൊരു സങ്കടമാണ്. എന്ത് ചെയ്യാനാ അമ്മേ? പാവ ആദർശേട്ടനെ നയനേച്ചിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. ചേച്ചി ചെയ്യുന്നതിൽ ചേച്ചിയോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല. എന്തൊരു കഷ്ടമാണ് ചേച്ചി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുക. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരുടെയും ബന്ധം വേർപിരിക്കണം മോളെ. സത്യങ്ങളൊക്കെ ചേച്ചി അറിയണം അമ്മേ എന്നൊക്കെ നമ്മുടെ നന്ദുവും ദേവയാനയും കൂടെ സംസാരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മോളെ. അന്ന് നവ്യ പറഞ്ഞത് മോള് കേട്ടതല്ലേ? എന്താ സംഭവിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അബിയെ അവള് കൊല്ലൂന്നാ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? അതും ശരിയാ. ചേച്ചിയെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. സാരമില്ല, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയായിരുന്നോന്നും ചേച്ചി ചെയ്തതൊക്കെ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത ചേച്ചിക്ക് ഒരു ദിവസം വരും. അന്നേരം ചേച്ചി പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ടെൻഷൻ അടിച്ച് അവിടെ ഒന്നും പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുക, എന്തായാലും നവ്യ ഈ അഹങ്കാരത്തോടെ തുള്ളുന്നത് ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത് അഭിയാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതോടുകൂടെയല്ല. വേണ്ട ദേവയാനി, നമ്മളായിട്ട് എന്തിനാ ഒരു കുടുംബം തകർക്കുന്നത്? നമ്മളായിട്ട് എന്തിനാ അവളുടെ ജീവിതം നശിപ്പിക്കുന്നത്? അബിയെ അവൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൾക്ക് ജീവിതകാലം മുഴുവനും കുഞ്ഞിനെയും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ടാവും. പക്ഷേ അവളത് ഒരിക്കലും ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അവനൊരു ക്രിമിനൽ ആണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലും അവൾ അത് പുറത്ത് കാണിക്കുന്നില്ല. നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അവളുടെ പോക്ക്. ആ പോക്ക് അത്ര ശരിയല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവൾ അത് മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാനാ? നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അച്ഛൻ ഇത് പരിധി വിട്ടു പോയി. നമ്മുടെ ശത്രുക്കളുടെ ജ്വല്ലറിയുമായിട്ട് അവൾ ചങ്ങാത്തം കൂടി. നാളെ അവരുടെ കൂടെ ചേർന്ന് അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റൂ. ഇത് തടഞ്ഞില്ലെങ്കിൽ അത് നാളെ വേറെ വല്ല പ്രശ്നമായി മാറും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അബിയോട് പറഞ്ഞ് അത് തടയാൻ നോക്കണം അച്ഛ. വേണ്ട ദേവേനെ, അവൾ ചെയ്യട്ടെ. എത്രത്തോളം നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവൾ നമ്മളെ തോപ്പിക്കട്ടെ. എന്തായാലും ഒരു അവസരം നമുക്കും കിട്ടുമല്ലോ. ആ സമയത്ത് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാനാ? നവ്യയോടുള്ള കുറ്റബോധം കൊണ്ടാ നമ്മളിപ്പോഴും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. പിന്നെ തെറ്റ് ചെയ്തത് അബിയാണെങ്കിലും ആ തെറ്റിൽ മുഴുവനും ഒരു പങ്ക് നമുക്കുണ്ട് എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലേക്ക്. അതെന്തിനാ അങ്ങനെ പറയുന്നേ? എന്തായാലും അവനെ വളർത്തിയത് ഇവിടെയല്ലേ, ഈ കുടുംബത്തിൽ. മറ്റു രണ്ട് മക്കളെ നന്നായിട്ട് വളർത്തിയപ്പോൾ അവൻ മാത്രം തലതിരിഞ്ഞു പോയതെന്താണെന്നൊരു ചോദ്യം നവ്യ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ വസുന്ധരെ? അതും ശരിയാ. നമ്മുടെ വീട്ടിലൊരു മുറുകൻ പാമ്പ് കയറി. ആ പാമ്പിനേക്കാളും വിഷമുള്ള ഇനങ്ങളാണ് ജലജയും അബിയും ഒക്കെ. അവർക്കും നമ്മൾ പാല് കൊടുത്ത് വളർത്തിയത്. എന്നിട്ട് നമ്മുടെ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയല്ലോ. സാരമില്ല, എല്ലാവരും ഒരു ദിവസം പഠിക്കും, എല്ലാം പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനാകെ സങ്കടപ്പെട്ട് എങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ്. ആദർശൻ നയനയും കൂടെ ഭയങ്കര കലിപ്പില. ആദർശേട്ടാ വിളിക്കുക, ആദർശേട്ടാ അവനെ വിളിച്ചിട്ട് അവനോട് പറ ആദർശേട്ടാ, ആദർശേട്ടനെ വന്ന് കാണാൻ. എന്നിട്ട് എന്തിനാ നവ്യേ? എന്നിട്ട് എന്തിനാണെന്നോ അവനെ നമുക്ക് ശരിയാക്കാം. അവനെ പിടിച്ച് കാര്യമായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ചേച്ചി അഭിനയത്തിൽ നിന്നും പിന്മാറും. പക്ഷെ നിന്റെ ചേച്ചി അതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ. എന്തായാലും അവനെ വിളിക്കുക ആദർശേട്ടാ, എന്നിട്ട് അവനോട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞ് അവനെ വിലക്ക്. എന്തിനാ നയനെ? നമ്മൾ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യം ഇല്ലാണ്ടില്ല. വിളിക്കുക ആദർശേട്ടാ. അത് കേട്ടതും നമ്മുടെ ആദർശ ഫോൺ എടുത്ത് അബിയെ വിളിക്കുക. ദേ വിളിക്കുന്നുണ്ട്, ഏട്ടനെ വിളിക്കുന്നേ. എന്തിനാ അയാൾ അബിയെ വിളിക്കുന്നത്? എടുക്കണ്ട അബി. അങ്ങനെ വേണ്ട നവ്യെ, നമുക്ക് എടുക്കാം. എന്താന്ന് ചോദിക്കാം. ഹലോ ഏട്ടാ. എന്താ ഏട്ടാ? എനിക്ക് നിന്നെ ഉടനെ കാണണം. നവ്യ അറിയണ്ട, നീ ഇങ്ങോട്ട് വാ. എന്താ ഏട്ടാ, എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഫോൺ കട്ട് ചെയ്യുക. ഇത് കേട്ടതും നവ്യ ചോദിക്കുക, എന്തു പറ്റി? എന്താ ബി? എന്തിനാ അയാൾ വിളിച്ചത്? അയാൾക്കേ എന്നെ ഒന്ന് കാണണമെന്ന്. എന്തിനാ അയാൾ നിന്നെ കാണുന്നത്? നീ പോകണ്ട ബി. അങ്ങനെ അയാൾ വിളിക്കുന്നിടത്തെല്ലാം പോകണമെന്നുള്ള കാരണമൊന്നുമില്ല. ഇപ്പം അവരുടെ ചെലവിനൊന്നും അല്ല നീ ജീവിക്കുന്നത്, ഞാൻ സമ്പാദിച്ചിട്ടാ. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ചെലവിന് നീ ജീവിച്ചാൽ മതി. അത് കേട്ടതും എന്നാലും ഒന്ന് പോയിട്ട് വരാൻ നവ്യേ. ചിലപ്പോൾ നിന്നെ പരസ്യത്തിൽ അഭിനയിപ്പിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് 3-4-5 ബ്രാഞ്ച് ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞാലോ?
അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവുക. ഇത് കേട്ടതും നവ്യ ഭയങ്കര കലിപ്പിൽ നിൽക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറില്ല അബി. അത് കേട്ടതും അയാൾ പറഞ്ഞാലൊന്നും ഞാൻ ജോലിയിൽ നിന്ന് പിന്മാറില്ല അബി. മാറരുത്. ഞാൻ ചിലപ്പോൾ അവരുടെ വാക്ക് കേട്ട് നിന്നെ വിമർശിക്കും. ആ ജോലിക്ക് നീ പോകണ്ടെന്ന് പറയും. നീ ഒരിക്കലും അത് കേൾക്കരുത്. നീ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? ചിലപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ചെയ്താൽ വരും. നീ എന്നല്ല, ഇപ്പൊ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. പരസ്യത്തിന്റെ മേഖലയിൽ എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുമ്പോൾ ആ നല്ലൊരു അവസരം പാഴാക്കാൻ ഞാൻ മണ്ടിയൊന്നുമല്ല എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ അബി അങ്ങ് പോവുകയാണ്. അബി അവിടെ എത്തിയതും എടാ എന്തുദ്ദേശിച്ചാടാ നീ നിന്റെ ഭാര്യയെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിട്ടത്? അതും നമ്മുടെ കമ്പനിക്ക് എതിരായ കമ്പനിയെ. ഏട്ടാ ഇത് എൻ്റെ അറിവോട് കൂടെ നടന്നതല്ല. അവള് മനഃപൂർവ്വം പോയതാ. നീ നുണയൊന്നും പറയണ്ട. നീ അറിയാതെ അവളൊന്നും ചെയ്യില്ല. നീ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നീ ഇതിന് കൂട്ടുനിന്നത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. അയ്യോ ഏട്ടാ ഇല്ല, സത്യമായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പറയരുത്, മിണ്ടിപ്പോരുത്. നീ ഇപ്പൊ തന്നെ നീ അവളെ പിന്തിരിപ്പിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ പരസ്യത്തിൽ അഭിനയിച്ചാൽ നിന്റെ കയ്യിലുള്ള എല്ലാ തുറുപ്പ് ചീട്ടും ഞാൻ അങ്ങ് ഇല്ലാതാക്കും. എന്താ എടുത്ത് ഇത്? എന്താണെന്നോ? എടാ ഞങ്ങളുടെ ഒറ്റ വാക്കിലാണ് നിന്റെ ജീവിതം ഇരിക്കുന്നത്. ഇന്ന് നിന്നെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്ന എന്റെ ചേച്ചി നിന്നെ ഉപേക്ഷിച്ചാലുണ്ടല്ലോ, നീ പിന്നെ തീർന്നു. അനന്തപുരിയിൽ നിന്നും നിന്നെ ഇറക്കി വിട്ട് നിന്നെ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. എടാ ഇപ്പൊ തന്നെ അനി നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അതിന്റെ കാരണം എന്താ? അനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. ഞങ്ങൾ ചിലപ്പോ എന്റെ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തെല്ലാം മറച്ചു വെക്കുമായിരിക്കും. എന്നാ എല്ലാവരും അത് കണ്ടു നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. അനന്തപുരിയിലുള്ള പലർക്കും ആ സത്യം അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെയും നിന്റെ ഭാര്യയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ചിലപ്പോ അനി തന്നെ അതെടുത്ത് പറഞ്ഞു എന്നിരിക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ചു അബി. നിന്റെ ജീവിതവും ഈ പോക്കും അവസാന പോക്കാണ്, മനസ്സിലാക്കിക്കോ നീ. ഏട്ടത്തി ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടത്തി? അവള് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അവൾക്ക് അഭിനയിക്കാൻ ആദ്യം മുതലേ ഇഷ്ടമാണ്. ആ ഒരു ഇതിലാണ് അവള് ജീവിക്കുന്നത്. എന്തായാലും നീ പറഞ്ഞു വരട്ടിയാല് ചേച്ചി ഉറപ്പായിട്ട് സമ്മതിക്കും. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോടാ. ഒരിക്കലും നിന്നെ ഇനി ഇങ്ങനെ വിടാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ അനന്തപുരിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള വഴിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതറിയാലോ. അത് മനസ്സിലാക്കി ജീവിച്ച നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇനി നിനക്ക് അനന്തപുരിയിൽ തുടരാൻ പറ്റില്ല, മനസ്സിലായോടാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നയന ദേഷ്യപ്പെടുക. ഇപ്പൊ തന്നെ പോയി അവളെ വിലക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നിന്നെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശൻ നയനെ അവിയെ ഭീഷണിപ്പെടുത്തി വിടുക. ഈ സമയം രണ്ടുപേരും സച്ചിയുടെയും വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്തായാലും ഇതൊരു ഇടിവെട്ട് തിരിച്ചടി തന്നെയാണ് സാറേ. അനന്തപുരിക്കാർക്കും മൂർത്തീസ് ജ്വല്ലറിക്കും നല്ല ഒന്നാന്തരം തിരിച്ചടി. എന്തായാലും അവരിതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അത് ശരിയാ. എന്തൊക്കെ സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഞാനേ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അവള് പരസ്യത്തിൽ അഭിനയിക്കുക തന്നെ ചെയ്യും. സാറേ ഇത് സാറിന് കിട്ടിയ ഗോൾഡൻ ചാൻസാ. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും സാറിനെ പുറത്താക്കിയതിന്റെ പേരിൽ മൂർത്തീസ് ജ്വല്ലറിക്കാരെ തിരിച്ചടിക്കാൻ കിട്ടിയ ചാൻസ്. ഈ ചാൻസ് ഒരിക്കലും പാഴാക്കരുത്. ഇവിടെ നിങ്ങൾ ജയിച്ച് കാണിക്കണം. നവ്യയെ വെച്ച് നിങ്ങൾ സമ്പാദിക്കണം. എന്നിട്ട് ഒരുപാട് ഉയരങ്ങളിലെത്തി അത് മൂർത്തീസ് ജ്വല്ലറിക്ക് വെല്ലുവിളിയാകണം. ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ തകർക്കണം എന്നൊക്കെ വേണുവും സച്ചിനും പറയുക. ഇത് കേട്ടതും നവ്യ എന്ന് പറയുന്നവളെ ആദ്യം ആലോചിച്ചത് ആദർശ. അതിനുശേഷം അവളെ ഞാൻ തട്ടിയെടുത്തത്. അവള് വലിയ പണക്കാരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇനി അവസരം എല്ലാം മുതലെടുക്കണം. അവളെ കൊണ്ട് അഭിനയിച്ച് അവള് നല്ലൊരു പണക്കാരിയാവും. ആ പൈസ കൊണ്ട് ഞാനും ജീവിക്കും. എന്തായാലും ഞാനിപ്പോൾ പോവുക. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരും. അവൻ ദുബായിക്ക് പോവുമല്ലേ, ആ പോക്ക് ഇനി അവൻ ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല അങ്ങളെ. അതെന്താ, അവിടെ വല്ലതും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവിടെ അവനെ കാത്തിരിക്കുന്നത് ഒന്നൊന്നര തിരിച്ചടിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അങ്ങ് പോവുകയാണ്. ഇത് കേട്ടതും അനുഭവിക്കണം, എല്ലാം അനുഭവിക്കണം, നമ്മളെ വേദനിപ്പിച്ചതിന് എല്ലാവരും അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതോടുകൂടി ഇരിക്കുവാണ് നമ്മുടെ വേണുവും സച്ചിനും. ഇനി ആ നന്ദുവിനിട്ടൊരു പണി കൊടുക്കണം അങ്ങളെ. അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഈ നാട്ടിൽ നിന്നും പോകാതെ ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അവൾ എൻ്റെ പേര് തന്നെ കളഞ്ഞു. എന്നെ അവൾ തകർത്തു.
അവൾക്കിട്ട് നല്ലൊരു 16ന്റെ പണി കൊടുക്കാൻ തന്നെ അങ്ങളെ ഞാൻ കാത്തിരിക്കുന്നത്. കൊടുക്കണം സാറേ. എൻ്റെ മോളെ പുറത്താക്കിയപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു എന്ന് കരുതി കാത്തിരുന്ന എല്ലാവർക്കിട്ടും കൊടുക്കണം എന്ന് വേണുവും പറയാ. എന്നിട്ട് വേണു പോവുകയാണ്. ഈ സമയം സച്ചി ആലോചിക്കുകയാണ്, എടി നന്ദു, നിനക്കിനി കിട്ടാൻ പോകുന്നത് ഇടിവെട്ട് തിരിച്ചടികളാടി, എല്ലാം കൊണ്ടും നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കലും